ഉത്തർപ്രദേശിൽ നിന്നും മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു വാർത്തയാണ് രാജ്യം കേട്ടത്. ഉത്തർപ്രദേശിൽ 6 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു കൊന്നു. കൊന്നതിന് ശേഷം ശ്വാസകോശം ഉൾപ്പെടെയുള്ള ആന്തരികാവയവങ്ങൾ പ്രതികൾ മൃതശരീരത്തിൽ നിന്നും പുറത്തെടുത്തു. സംഭവത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗദ്നംപൂർ സ്വദേശികളായ അങ്കുൽ കുരിൽ, ബിരാൻ, പരശുറാമിന്റെ ഭാര്യ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ടാണ് മദ്യപിച്ചെത്തിയ അങ്കൂലും ബീരാനും കടയിലേക്ക് പോകുകയായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് വനത്തിലേക്ക് കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു. പെൺകുട്ടിയുടെ ശരീരം കുത്തിക്കീറിയ പ്രതികൾ ശ്വാസകോശം ഉൾപ്പെടെയുള്ള ആന്തരികാവയവങ്ങൾ പുറത്തെടുത്ത മൃതദേഹം വനത്തിൽ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. സംഭവത്തിൽ പ്രതികളായ പരശുറാമിനും ഭാര്യയ്ക്കും വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ടും കുട്ടികളുണ്ടായിരുന്നില്ല. ഒരു പെൺകുട്ടിയുടെ ശ്വാസകോശം ഉപയോഗിച്ച് ആഭിചാരം നടത്തിയാൽ ഭാര്യ ഗർഭം ധരിക്കുമെന്നും കുഞ്ഞിന് ജന്മം നൽകുമെന്നുമായിരുന്നു ഇയാളുടെ വിശ്വാസം. ഇക്കാര്യം ബന്ധുവായ അങ്കുലിനെയും ബീരാനെയും അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് പെൺകുട്ടിയുടെ ആന്തരികാവയവങ്ങൾ ഉപയോഗിച്ച് ആഭിചാരം നടത്താൻ തീരുമാനിച്ചത്. തുടർന്നാണ് മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ക്രൂരത നടന്നത്. ഒരു പാവം 6 വയസ്സുകാരി ലോകത്തിൻ്റെ നിറങ്ങളും സൗന്ദര്യവും ആസ്വദിച്ചു തുടങ്ങുന്ന സമയം. ഒന്നും അറിയാത്ത ആ നിഷ്കളങ്കയായ പെൺകുട്ടിയെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആർക്കാണ് പറ്റുക? ആ സമയങ്ങളിൽ എന്തുമാത്രം വേദനയാണ് അവൾ അനുഭവിച്ചിട്ടുണ്ടാകുക? ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ ഉത്തർപ്രദേശിലുണ്ട്. കാമമൃഗങ്ങൾ പേക്കൂത്ത് നടത്തി വലിച്ചെറിയുന്ന ഇവരിൽ കുറച്ചുപേരുടെ കഥ മാത്രമാണ് പുറം ലോകമറിയുന്നത്. ഇത്തരത്തിൽ ഒരുപാട് ഗ്രാമപ്രാന്തന്മാരുടെ താവളമായി ഉത്തർപ്രദേശ് മാറിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലമാണ് ഉത്തർപ്രദേശ്. അവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട്. വർഗീയത പറയാൻ വേണ്ടി മാത്രം വാ തുറക്കുന്ന യോഗി ആദിത്യനാഥ്. നിങ്ങളുടെ സംസ്ഥാനം ഇത്രയും അധംപതിച്ചിട്ടും കൃത്യമായ നിലപാടുകൾ എടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഒരൊറ്റ ക്രിമിനൽ പ്രവർത്തനം മുൻനിർത്തിയല്ല ഞാൻ ഈ ചോദിക്കുന്നത്. ഉത്തർപ്രദേശ് ക്രിമിനലുകളുടെ താവളമാകുമ്പോൾ അതിനെതിരെ ശക്തമായി നടപടിയെടുക്കാൻ ഭരണാധികാരികൾക്ക് സാധിക്കണം. അത് ഏതു പാർട്ടിയുടെ ഭരണാധികാരികളായാലും. കാൺപൂരിൽ 6 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത ശ്വാസകോശമടക്കം പുറത്തെടുത്ത സംഭവത്തിൽ പോലും യോഗി ശക്തമായി പ്രതികരിച്ചതുപോലുമില്ല. ഈ മൗനം തന്നെയാണ് വീണ്ടും ക്രിമിനലുകളെ വളർത്തുന്നത്. ഉത്തർപ്രദേശിൽ മരിച്ചത് മനുഷ്യരാണ്, പശുവല്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ മൗനവും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Mama's dishwash liquid, soft on hands.